എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ICCയുടെ മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാര പട്ടികയിൽ ഇന്ത്യൻ താരങ്ങളുടെ ആധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 ഇന്ത്യൻ താരങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വിരാട് കോഹ്ലി, ശുഭ്മൻ ഗിൽ, മുഹമ്മദ് ഷമി എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. മൂവരെയും കൂടാതെ ന്യൂസിലൻഡിന്റെ ഡാരി മിച്ചലാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റൊരു താരം. 2023 മികച്ച പ്രകടനമാണ് വിരാട് കോഹ്ലി കാഴ്ചവെച്ചത്. 27 ഏകദിനങ്ങളിൽ നിന്ന് 1377 റൺസാണ് താരം നേടിയത്. ഏകദിന ലോകകപ്പിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും കോഹ്ലിയാണ്. ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ 765 റൺസുമായി ഒന്നാമതായിരുന്ന താരം ഒരു വിക്കറ്റും സ്വന്തമാക്കിയിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറിന്റെ 49 ഏകദിന സെഞ്ചുറികളെന്ന നേട്ടവും ലോകകപ്പിൽ കോഹ്ലി മറികടന്നു. ന്യൂസിലൻഡിനെതിരായ മത്സരത്തിലാണ് കോഹ്ലി തന്റെ 50ാം ഏകദിന സെഞ്ചുറി നേടിയത്. എന്നാൽ 29 മത്സരങ്ങളിൽ നിന്ന് 63.36 ശരാശരിയിൽ 1584 റൺസാണ് 2023 ഗിൽ നേടിയത്. എന്തുകൊണ്ടും 2023 മികച്ച താരം അത് കോഹ്ലി തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരകൾ എല്ലാം തന്നെ അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള 3 T20 പരമ്പരകൾക്കായി ആണ്. 3 T20 മത്സരങ്ങളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എതിരെ കളിക്കുന്നത്. ആദ്യ മത്സരം ജനുവരി 11 വ്യാഴാഴ്ചയാണ്. ഇപ്പോഴിതാ ഈ T20 പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിലവിൽ പരിക്കേറ്റ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ഈ ഒരു പരമ്പരയിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ രോഹിത്, കോഹ്ലി തുടങ്ങി താരങ്ങൾ അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള T20 സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കും. കാരണം ഈ ഒരു പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 5 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് കളിക്കുന്നത്. അതിനുശേഷം വരുന്നത് IPL ആണ്. തുടർന്ന് ജൂണിൽ T20 വേൾഡ് കപ്പും നടക്കും. അതുകൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ഫൈനൽ കോമ്പിനേഷൻ ഈ ഒരു സീരീസിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിനത്തിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള T20 പരമ്പരയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റിൽ മികച്ച ബൌളിംഗ് കാഴ്ചവെച്ച സിറാജ്, ബുംറ എന്നീ താരങ്ങൾക്ക് ആദ്യ 2 T20 മത്സരങ്ങൾക്ക് റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ അഫ്ഗാൻ T20 പരമ്പരയ്ക്കും ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കും. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന് നോക്കി തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.